സ്റ്റുഡൻസ്, വെൽക്കം ടു ഹൈ ഹോപ്സ്. നമ്മുടെ ബയോളജിയിലെ നമ്മുടെ അവസാനത്തെ ഒരു ക്ലാസ്സിലോട്ടാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ക്ഷണിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് ഇന്ന് ഈ ഒരു പോർഷനോട് തീരുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഞാൻ. അപ്പം നമുക്കിനി പഠിക്കാൻ പോകുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, അതായത് സ്വതന്ത്ര നാഡി വ്യവസ്ഥ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു സെൻട്രൽ നെർവസ് സിസ്റ്റം, അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇതെല്ലാം എന്താണ്? നമ്മുടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ പരിചയപ്പെടേണ്ട പുതിയൊരു വ്യക്തിയാണ് എന്ത്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, അതായത് സ്വതന്ത്ര നാഡി വ്യവസ്ഥ. പേരിൽ തന്നെയുണ്ട്, സ്വതന്ത്രമായിട്ടുള്ള ഒരു നാഡി വ്യവസ്ഥയാണ് സ്വതന്ത്ര നാഡി വ്യവസ്ഥ അല്ലെങ്കിൽ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അപ്പൊ ഇത് എയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബിയോണ്ട് ദ കോൺഷ്യസ് ലെവൽ, ആക്ട് ബിയോണ്ട് ദ കോൺഷ്യസ് ലെവൽ, അതായത് നമ്മുടെ ബോധപൂർവമായിട്ടുള്ള ഒരു അവസ്ഥയല്ല ഇവിടെ കാണിക്കുന്നത്. ബോധപൂർണമായ തലത്തിൽ നിന്നും അബോധപൂർണമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൽ നടക്കുന്നത്. അതായത് ഒരു എക്സാമ്പിളിലൂടെ തുടങ്ങുകയാണെങ്കിൽ, നിങ്ങൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഒരു പട്ടി നിങ്ങളുടെ പുറകെ വരികയാണ്, നിങ്ങളെ കടിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഒട്ടും ഊഹിക്കുന്നത്, നമുക്ക് നേരത്തെയുള്ള പ്ലാനിങ് ഒന്നും ഇല്ല പട്ടി ഇങ്ങനെ കടിക്കാൻ പറ്റുമെന്നും അഥവാ പട്ടി കടിക്കാൻ വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അതെന്തുമാണ്? നമ്മളപ്പോൾ നല്ലൊരു ബോധത്തിൽ വരും, നമ്മൾ എന്തോ ചെയ്യുന്നതുപോലെ നമുക്കൊരു ഓർമ്മ കാണത്തില്ല. അപ്പോൾ ഒരു അബോധപൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്? അബോധപൂർണമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ഡീല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് എക്സാമ്പിളായിട്ടാണ് നമ്മൾ ഈ പട്ടിയുടെ കാര്യവും ഒക്കെ പറഞ്ഞത്. പിന്നെ നമ്മൾ പാമ്പിനെ പേടിയില്ലാത്ത ആരാണുള്ളത്? നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പാമ്പ് എഴുതി പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? പെട്ടെന്ന് തന്നെ നമ്മൾ പേടിക്കും. നമ്മുടെ ഹേർട്ട് ബീറ്റ് പേടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഹേർട്ട് ബീറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യും, നമ്മൾ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും, വിയർക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ സലൈവയൊക്കെ റെഡ്യൂസ് ചെയ്യുക, അതായത് നമ്മുടെ തൊണ്ടയൊക്കെ വരണം, അതായത് ഉമിനീരൊന്നും ഉണ്ടാവാതെ ഒരവസ്ഥ. പേടിക്കുന്ന ഒരവസ്ഥ എടുത്താൽ പെട്ടെന്ന് ഇപ്പോൾ നിങ്ങളൊരു പാമ്പിനെ ചോട്ടാൻ പോലെ പെട്ടെന്ന് നിങ്ങൾ ഷിവർ ചെയ്തില്ല, നിങ്ങൾ അത്രയും നേരം സന്തോഷം നിൽക്കുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിലായിരിക്കും നിങ്ങളുടെ ആ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ മാറുന്നത്. പെട്ടെന്ന് നിങ്ങളുടെ ബോഡിയൊക്കെ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ ഭയങ്കര പേടിച്ച് ഹേർട്ട് ബീറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സഡൻ ആയിട്ടുള്ള, അതായത് പെട്ടെന്നുണ്ടാവുന്ന പേടി, പെട്ടെന്നുണ്ടാവുന്ന ഭയം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന സന്തോഷം, പെട്ടെന്നുണ്ടാവുന്ന സങ്കടം, ഇതെല്ലാം എന്താണ്? നമ്മുടെ അബോധപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് വരുന്നത്. അപ്പോൾ അതെല്ലാമാണ് നമ്മളിവിടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു അടിയന്തരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായി, അപ്പോൾ അതിനെതിരെ നമ്മൾ പോരാടണമെങ്കിൽ നമുക്ക് മെയിനായിട്ടും രണ്ട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. അതാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും. അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് രണ്ട് മെത്തേഡ്സ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഒരു പ്രശ്നം നമ്മൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് ഒരു പട്ടി കടിക്കാൻ വരുന്ന ആ ഒരു സിറ്റുവേഷൻ തന്നെ എടുക്കാം. അപ്പോൾ അതിനെതിരെ നമുക്ക് രണ്ട് മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. ഒന്നാമത്തെ മെത്തേഡാണ് ഫൈറ്റ് മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡാണ് ഫ്ലൈറ്റ് മെത്തേഡ്. ഫൈറ്റും ഫ്ലൈറ്റും പേരിൽ തന്നെ അറിയാം, ഫൈറ്റ് ചെയ്യുക, അതായത് ഒരു പട്ടി കടിക്കാൻ വന്നു, ആ പട്ടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്യുകയാണ്, പോരാടണം. അതായത് നമ്മളൊരു കല്ലെടുത്ത് എറിയുകയോ അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുക, അതിനെ ഓടിച്ചു വിടുകയോ, അല്ലെങ്കിൽ അത് കടിക്കാൻ വരുമ്പോൾ നമ്മളെ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കൈവച്ച് തടയുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന അതിന് ഫൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ചിലർക്ക് പക്ഷെ എന്ത് കാണത്തില്ല, അതിനുള്ളൊരു തൻ്റെയോ അല്ലെങ്കിൽ ഒരു ധൈര്യം കാണത്തില്ല. പട്ടിയെ കാണുമ്പോൾ അവർ എന്ത് ചെയ്യാൻ തുടങ്ങും? അവിടുന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് അവർ ഓടിപ്പോവും. അതാണ് ഫ്ലൈറ്റ് മെത്തേഡ്. അത് പറന്നു പോകും, ഓടിപ്പോകുന്നു, ആ ഒരു ഏരിയ നമ്മൾ വിട്ട് പോകും, നമ്മൾ പ്രവർത്തിക്കുന്നില്ല. അവിടെ പട്ടിയെ കാണുന്ന തന്നെ പേടിച്ച് തന്നെ നമ്മൾ ഓടിപ്പോകുന്നു. പ്രവർത്തനരഹിതമായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. പക്ഷേ ഈ രണ്ട് സംഭവങ്ങളായി, ഫൈറ്റ് മെത്തേഡ് ആയാലും ഫ്ലൈറ്റ് മെത്തേഡ് ആയാലും, ആ സമയത്ത് നമ്മൾ പേടിക്കുമല്ലോ എന്തായാലും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് നടന്നുകൊണ്ടിരുന്നതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഹേർട്ട് ബീറ്റ് കൂടും, അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യും, നമ്മുടെ സലീവ കുറയും. അപ്പോൾ ഇതെല്ലാം എവിടെയാണ് വരുന്നത്? അതെല്ലാം കംപ്രസ് ചെയ്യുന്ന റീജിയനാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അതായത് ഒരു സംഭവം, ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിനെതിരെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രതികരണം, ആ പ്രതികരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അബോധപൂർവമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം നമ്മൾ എവിടെ അറേഞ്ച് ചെയ്യുന്നു? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ അറേഞ്ച് ചെയ്യുന്നു. പക്ഷെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ നോർമൽ ലെവലിലോട്ട് നമ്മൾ തിരിച്ചു വരണ്ടേ? പട്ടി കടിക്കുമ്പോൾ നമ്മൾ പേടിച്ച് വരേണ്ട നിൽക്കുകയാണ്. ഒരു പട്ടി പോയി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നിൽക്കേണ്ട കാര്യമുണ്ടോ? നോർമലി നമ്മൾ പഴയ ഒരു രീതിയിലോട്ട് തന്നെ നമ്മൾ തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ അതെല്ലാം ചെയ്യുന്ന ആരാണ്? പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ്? നമ്മൾ പട്ടി കടിക്കാൻ വന്നപ്പോഴത്തേക്കും നമ്മൾ പേടിച്ച് വരേണ്ട നമ്മുടെ
ദേഹം മൊത്തം വിയർത്ത് കുളിച്ച് നമ്മുടെ ഹേർട്ട് ബീറ്റ് എല്ലാം ഇൻക്രീസ് ചെയ്ത് ആ ഒരു റീജിയൻ ഒക്കെ എവിടെയാണ് വരുന്നത്? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ വന്നു. പക്ഷെ എപ്പോഴും നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു പോർഷൻ കഴിഞ്ഞു ഇവിടെ, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ബോധപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ നമ്മുടെ ആ സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്ക് തിരിച്ച് നമ്മുടെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരണ്ടേ? അതിന് നമ്മളെ സഹായിക്കുന്നതാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അതായത് ഒരു സംഭവം ഉണ്ടായി അതിനെതിരെ നമ്മുടെ ബോഡി പ്രതികരിച്ചത് നമ്മൾ നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, അതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞ എന്ത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. കുറേ ഓർഡറിൽ ഇങ്ങനെ നമ്മൾ ഒരു ജംബിൾഡ് ഓർഡറിൽ നിങ്ങൾക്ക് കുറേ പോയിന്റ്സ് തന്നേക്കും. അത് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ വരുമെന്നും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ വരുമെന്നും നമ്മളത് ഓർഡർ ആക്കി എഴുതാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അതായത് സിമ്പത്തറ്റിക് ആയിട്ടുള്ള നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നത്, പാരാസിമ്പത്തറ്റിക്കിലോട്ടാകുമ്പോൾ അത് എന്തൊക്കെ രീതിയിൽ മാറുമെന്നൊക്കെ നമ്മൾ അറിയണം. പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നിവിടെ പറയാം. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സിമ്പത്തറ്റിക് നടക്കുന്ന ഏത് ആക്ഷനും ആയിക്കോട്ടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എവിടെ നടക്കുന്നത്? പാരാസിമ്പത്തറ്റിക് നടക്കുന്നത്. കാരണം നമ്മുടെ ശരീരം തിരിച്ച് ആ ഒരു ലെവലിലോട്ട് എത്തണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റിൽ നടക്കും. ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്താലല്ല പഴയ രീതിയിലോട്ട് നമ്മൾ എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ സിമ്പത്തറ്റിക് വ്യവസ്ഥയ്ക്കകത്ത് നമ്മുടെ ഉമിനീര് കൂടുകയായിരുന്നെങ്കിൽ അങ്ങനെ എപ്പോഴും കൂടി നിൽക്കാൻ പറ്റുമോ? നമ്മുടെ ആ നോർമൽ ലെവലിലോട്ട് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? പാരാസിമ്പത്തറ്റിക്കിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ എന്ത് ചെയ്യുന്നു? സലീവയെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മൾ പറയുന്നത്. എന്താണോ സിമ്പത്തറ്റിക് പാത്വേയിൽ നടക്കുന്നത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുന്നത് പാരാസിമ്പത്തറ്റിക് പാത്വേയിൽ നടക്കുന്നത്. ഓക്കെ, വ്യവസ്ഥയിൽ നടക്കുന്നത്. നമ്മൾ ഓരോന്ന് പറയാൻ പോവുകയാണ്. അപ്പൊ സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ നടക്കുന്ന ആദ്യത്തെ കാര്യം എന്താണ്? ആദ്യത്തെ അല്ല, നമ്മൾ അത് നടക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്. ഇൻക്രീസിങ് ഹേർട്ട് ബീറ്റ്. നമ്മളൊരു പട്ടിയെ കണ്ട് പേടിച്ചു, അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പേടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹേർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ പാരാസിമ്പത്തറ്റിക് എങ്ങനെയാണ് അത് കോമ്പൻസേറ്റ് ചെയ്യുന്നത്? ഹേർട്ട് ബീറ്റ് ഡിക്രീസ് ചെയ്ത് നോർമൽ ലെവലിൽ കൊണ്ടുവരും. രണ്ടാമത്തത് പറയുകയാണെങ്കിൽ ഗ്യാസ്ട്രിക് മൂവ്മെന്റ്സ്, നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള ഗ്യാസ്ട്രിക് മൂവ്മെന്റ്സ് റെഡ്യൂസ് ചെയ്യുന്നു. എവിടെ? സിമ്പത്തറ്റിക്. അപ്പോൾ പാരാസിമ്പത്തറ്റിക് എന്ത് ചെയ്യുന്നു? അത് നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരുന്നു. മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇൻക്രീസ് സലൈവ. അപ്പോൾ സിമ്പത്തറ്റിക് പാത്വേയിൽ, അതായത് നമ്മുടെ സിമ്പത്തറ്റിക് ആയിട്ടുള്ള വ്യവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സലീവ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പാരാസിമ്പത്തറ്റിക്കിൽ എന്ത് ചെയ്യുന്നു? സലീവ റെഡ്യൂസ് ചെയ്ത് നോർമൽ ആക്കുന്നു. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ സിമ്പത്തറ്റിക് പാത്വേയിൽ എന്ത് സംഭവിക്കുന്നു? ഹോർമോൺസിന്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്നു. ആ ഒരു ടൈമിൽ നമ്മൾ പേടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യും. അപ്പം പാരാസിമ്പത്തറ്റിക്കിൽ എന്ത് ചെയ്യുന്നു? ഹോർമോൺസിന്റെ ലെവല് ഡിക്രീസ് ചെയ്ത് നോർമൽ ആക്കുന്നു. മെയിൻ ആയിട്ടുള്ള ഒരു പോർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എപ്പോൾ? സിമ്പത്തറ്റിക് പാത്ത്. അതായത് നമ്മൾ ഒന്നിനെ കണ്ട് പേടിച്ചപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് നമ്മൾ അത്രയും നേരം ഉണ്ടായതിനെക്കാട്ടി കൂടുതൽ എനർജി നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്രൈസിസിനോട് നേരിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ പട്ടി കഴിക്കാൻ വരുവാണ്, അപ്പോൾ അതിനോട് നമ്മൾ എങ്ങനെ പൊരുത്തണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എനർജി വേണം. ഓടാനായാലും അതിനെ ഫൈറ്റ് ചെയ്യാനായാലും എല്ലാം നമുക്ക് എന്ത് വേണം? കുറച്ചുകൂടെ എനർജി വേണം. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൈക്കോജനെ നമ്മൾ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഗ്ലൂക്കോസ് അറിയാം നമ്മുടെ എനർജി സോഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജൻ ആക്കിയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ സിമ്പത്തറ്റിക് പാത്വേയിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ പാരാസിമ്പത്തറ്റിക്കിന് എന്താണ്? ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് ആ ഉണ്ടായ ഗ്ലൂക്കോസിനെ വീണ്ടും തിരിച്ച് ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു. ഇതാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രവർത്തനം നടക്കുമ്പം അതിന് ഇത് രണ്ട് കാര്യങ്ങൾ, സിമ്പത്തറ്റിക്കും വേണം പാരാസിമ്പത്തറ്റിക്കും വേണം, അത് കോമ്പൻസേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ. ഒരു അടിയന്തരമായിട്ടുള്ള ഒരു പ്രശ്നം നമുക്കുണ്ടായി, അപ്പോൾ ആ പ്രശ്നത്തിനെതിരെ പ്രതികരിക്കാനും അതുപോലെ തന്നെ തിരിച്ച് നമ്മുടെ നോർമൽ ലെവലിലോട്ട് അത് എത്തിക്കണമെങ്കിലും ഈ രണ്ട് ആൾക്കാരും ഒരേപോലെ തന്നെ പ്രവർത്തിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇതൊന്നും നമ്മൾ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളല്ല, നമ്മുടെ ബോധത്തോടെ ചെയ്യുന്നതൊന്നും അല്ല. ഇതൊരു അബോധപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്നത്, അതായത് സ്വതന്ത്ര വ്യവസ്ഥ നാഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ്. അതുപോലെ തന്നെ ഇതെന്താ സ്വതന്ത്ര വ്യവസ്ഥ നാഡിയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിനകത്ത് മെയിനായിട്ട് നമ്മൾ പെട്ടെന്നുണ്ടാവുന്ന ഒരു ദേഷ്യം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന പേടി, പെട്ടെന്നുണ്ടാവുന്ന സങ്കടം, സന്തോഷം, ഇതെല്ലാമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ബോധപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയേക്കാൾ അതിനും അപ്പുറം നമ്മൾ അബോധപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. അബോധപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. പട്ടി കടിക്കാൻ വരുന്നു, അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ഒരു ആക്ഷനാണ് എടുക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന
വിറയല്, അതുപോലെ തന്നെ ഹേർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്, സ്വെറ്റിങ്, ആ ഒരു രീതികളെല്ലാം എവിടെയാണ് വരുന്നത്? സിമ്പത്തറ്റിക് പാത്വേയിലാണ് വരുന്നത്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ മിക്കതും ഇംബാലൻസ് ആവും. പക്ഷെ നോർമൽ സ്റ്റേജിലോട്ട് നമ്മൾ റീഗെയിൻ ചെയ്ത് പഴയ രീതിയിൽ കൊണ്ടുവരുന്ന ആരാണ്? നമ്മുടെ പാരാസിമ്പത്തറ്റിക് ആണ്. അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതായത് ഹേർട്ട് ബീറ്റ് കൂടുവാണെങ്കിൽ പിന്നെ അതവിടെ അപ്പുറത്ത് നമ്മളത് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ സലീവ ഇൻക്രീസ് ചെയ്യുമ്പോൾ സലീവയെ നമ്മൾ നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹോർമോൺസിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നു പാരാസിമ്പത്തറ്റിക്. പിന്നെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു സിമ്പത്തറ്റിക്കിൽ. പാരാസിമ്പത്തറ്റിക്കിൽ ഗ്ലൈക്കോജനെ വീണ്ടും ഗ്ലൂക്കോസിനെ വീണ്ടും ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ 2 മെത്തേഡ്സ് പറഞ്ഞു, ഫൈറ്റ് മെത്തേഡും ഫ്ലൈറ്റ് മെത്തേഡും. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെതിരെ നമ്മൾ പോരാടുകയാണെങ്കിൽ അത് ഫൈറ്റ് മെത്തേഡ്, അല്ല ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്ലൈറ്റ് മെത്തേഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഏതൊരു പ്രശ്നം നമുക്ക് നേരിടേണ്ടി വന്നാലും ആ പ്രശ്നത്തിനോട് പൊരുതാനും അതുപോലെ തന്നെ ആ നോർമൽ ലെവലിലോട്ട് നമ്മൾ എത്തണമെങ്കിലും എല്ലാം നമുക്ക് ഈ 2 ആൾക്കാരും ഒരേപോലെ തന്നെ പ്രവർത്തിക്കണം. അതായത് നമ്മുടെ പാരാസിമ്പത്തറ്റിക്കും സിമ്പത്തറ്റിക്കും ഒരേപോലെ ഫങ്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി ബാലൻസ് ചെയ്ത് പോവുകയുള്ളൂ. അല്ലെങ്കിൽ സിമ്പത്തറ്റിക്ക് മാത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്? പേടിച്ച് നിൽക്കുന്നു. ഒരു പട്ടിയെ കണ്ട് പേടിച്ച് ആ ഒരു പേടി, ഭയം എപ്പോഴും അതേ ലെവലിൽ പോവുകയാണെങ്കിൽ ഇംബാലൻസ് ആയിപ്പോൾ നമുക്ക് ജീവിക്കാൻ പിന്നെ ബുദ്ധിമുട്ടായി. കാരണം ആ ഒരു ലെവലിൽ മാത്രം ജീവിച്ചു പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ആര് വേണം? പാരാസിമ്പത്തറ്റിക് ആണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ രീതിയിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു പ്രശ്നത്തോട് നമുക്ക് പൊരുതി വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും ഓരോ പാർട്ട്, ഇപ്പോൾ ഹേർട്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് കുറേ ഡിസീസസ് നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏതൊരു പാർട്ട് നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ മനുഷ്യരത്തിലെ ഏതൊരു അവയവത്തെക്കുറിച്ച് പഠിച്ചാലും നമ്മൾ അതിനെ ബേസ് ചെയ്ത് അതിന് ബാധിക്കുന്ന അസുഖങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്, ഡിസീസിനെ കുറിച്ച് പഠിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലും ഡീൽ ചെയ്ത് ഇതിനെക്കുറിച്ചാണ്, നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പോൾ നെർവസ് സിസ്റ്റം ഈ ന്യൂറോണിനെ ബേസ് ചെയ്ത് ഉണ്ടാവുന്ന 3 ഡിസീസസ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസീസ് റിലേറ്റഡ് ടു നെർവസ് സിസ്റ്റം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ അവയവങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ന്യൂറോണിനെ ബേസ് ചെയ്ത് ഉണ്ടാകുന്ന 3 ഡിസീസസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതാണ് അൽഷിമേഴ്സ്. നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടായിരിക്കും അൽഷിമേഴ്സ്. തന്മാത്ര എന്ന സിനിമയിൽ മോഹൻലാലിന് ഉണ്ടായ ഒരു അസുഖമാണ് അൽഷിമേഴ്സ്. അത് കാണുമ്പോൾ തന്നെ ആ മൂവി കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം അൽഷിമേഴ്സിന്റെ അസുഖം എത്രത്തോളം തീവ്രമായിട്ടുള്ള ഒരു അസുഖമാണ് അൽഷിമേഴ്സ് എന്ന്. രണ്ടാമതാണ് പാർക്കിൻസൺ ഡിസീസ്. മൂന്നാമതാണ് എപ്പിലെപ്സി അല്ലെങ്കിൽ അവസ്മാരം എന്ന് പറയും, ജന്നി വരിക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 3ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അൽഷിമേഴ്സിലോട്ട് പോവാം. അൽഷിമേഴ്സ് എന്ന് പറയുന്ന അസുഖം എപ്പോഴാണ് സംഭവിക്കുന്നത്? Due to the accumulation of insoluble proteins in the neuron of the brain, neural tissues of the brain. അതായത് നമ്മുടെ തലച്ചോറ്, നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ ടിഷ്യൂസിൽ, അതായത് നമ്മുടെ ന്യൂറോണുകളിൽ എന്ത് വന്ന് അടിഞ്ഞു കൂടുന്നു? ഇൻസോലിബിൾ ആയിട്ടുള്ള, അതായത് ലയിച്ച് ചേരാത്ത തരത്തിലുള്ള പ്രോട്ടീനുകൾ വന്ന് അടിഞ്ഞു കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ന്യൂറോൺ അല്ലെങ്കിൽ എന്ത് നെർവ് അല്ലെങ്കിൽ എന്ത് ന്യൂറോൺ എന്ത് ചെയ്യപ്പെടുന്നു? നശിച്ചു പോകാനുള്ള കാരണം. ആസ് എ റിസൾട്ട് ന്യൂറോൺ ഗെറ്റ് ഡിസ്ട്രോയിഡ്. നമ്മുടെ ന്യൂറോൺ, ആ ഭാഗത്തുള്ള ന്യൂറോൺ എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ ഒരു ഡിസീസസ് ഉടലെടുക്കുന്നു. ഓക്കെ, അപ്പോൾ പാർക്കിൻസൺ ഡിസീസിലോട്ട് പോകുന്നത് നമ്മൾ ആദ്യം പഠിച്ച എന്തായിരുന്നു? അൽഷിമേഴ്സ് ഡിസീസ്. അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഡിസീസ് എന്ന് പറയുമ്പോൾ വളരെ തീവ്രമായിട്ടുള്ള ഒരു അസുഖം തന്നെയാണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് മെമ്മറി. അതായത് ഓർമ്മ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകും. ആദ്യം കുറച്ച് നഷ്ടപ്പെട്ട് ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നു? ഓർമ്മ മൊത്തത്തിൽ അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം നമ്മുടെ ഓർമ്മയെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആവശ്യമായിട്ടുള്ള ന്യൂറോണുകൾ എവിടെ ഇല്ലാതാവുന്നു. ന്യൂറോണുകളൊക്കെ എന്ത് നശിച്ചു പോയി അവിടെ. അപ്പോൾ നമുക്ക് ഓർക്കാനോ ഓർത്തെടുക്കാനോ ഒന്നും തന്നെ പറ്റുന്നില്ല. നമ്മൾ ആരാണോ, നമ്മൾ എന്ത് ചെയ്യുകയാണെന്നോ, നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നോ, നമ്മുടെ അച്ഛൻ ആരാ, അമ്മ ആരാ, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്, എങ്ങനെ പോകണമെന്ന് പോലും നമുക്ക് ഒന്നും ഓർമ്മ ശക്തി ഇല്ലാതെ നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ. വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. നമ്മൾ ആ സിനിമയിലൊക്കെ മോഹൻലാൽ വളരെ വ്യക്തമായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടർ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾ ഇനി ഈ അൽഷിമേഴ്സ് ഡിസീസിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ നോക്കുക. കാരണം അതിനകത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം എത്രത്തോളം തീവ്രമാണ് ആ രോഗബാധയെന്ന്. കാരണം നമുക്ക് എന്താണ്, ആരാണ്, ആ ഒരു അവസ്ഥ ഒന്ന് ഓർത്തു നോക്കുക. നമ്മൾ പോലും ആരാണെന്നോ എന്താണെന്നോ അറിയാൻ പറ്റാത്തൊരവസ്ഥ. അതാണ് ഈ അൽഷിമേഴ്സ് ഡിസീസിന്റെ
മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം, ലോസ് ഓഫ് മെമ്മറി. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് ഇൻസോൾബിൾ പ്രോട്ടീൻസ് ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിലെ ന്യൂറൽ ടിഷ്യൂസിൽ എന്ത് വന്ന് അടിഞ്ഞു കൂടുന്നു? നമ്മുടെ പ്രോട്ടീൻസ്, ഇൻസോൾബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് വന്ന് അടിഞ്ഞു കൂടുന്നതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള ന്യൂറോണുകൾ എന്ത് സംഭവിക്കുന്നു? നശിച്ചു പോകുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ് ലോസ് ഓഫ് മെമ്മറി. ഓക്കെ, രണ്ടാമത്തെ ഡിസീസസ് ആണ് പാർക്കിൻസൺ. രണ്ടാമത്തെ രോഗമാണ് ന്യൂറോ നെർവസ് സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ രോഗമാണ് എന്ത്? പാർക്കിൻസൺ ഡിസീസ്. പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുമ്പം it is due to the destruction of specialized ganglion in the brain. ബ്രെയിനകത്ത്, തലച്ചോറിലെ ഗാംഗ്ലിയോണുകൾ നമ്മൾ 9th ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ബ്രെയിനിലുള്ള ഗാംഗ്ലിയോണുകൾ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഗാംഗ്ലിയോണിൽ ഉണ്ടാവുന്ന ഡിസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നു? റെഡ്യൂസസ് ദ ഡോപ്പമൈൻ ലെവൽ. നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ എക്സാമ്പിൾ ആയിരുന്നു ഡോപ്പമൈനും അസറ്റൈൽ കോളൈനും. അതുപോലെ തന്നെ ആ ഡോപ്പമൈന്റെ അളവിനകത്ത് കുറവ് സംഭവിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന അസുഖമാണ് എന്ത്? പാർക്കിൻസൺ ഡിസീസ്. അതായത് നമ്മുടെ ബ്രെയിനിലുള്ള സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോണിന്റെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത് മൂലം നമ്മുടെ ഈ ഡോപ്പമൈന്റെ അളവ് റെഡ്യൂസ് ചെയ്യുകയും ഈ ഡോപ്പമൈന്റെ അളവ് റെഡ്യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഒരു ഡിസീസാണ് പാർക്കിൻസൺ ഡിസീസ്. ഈ പാർക്കിൻസൺ ഡിസീസിന്റെ സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്, അതായത് നമ്മൾ ആവശ്യത്തിലധികം വിയർക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ സാൽവേഷൻ, അതായത് അമിതമായിട്ടുള്ള സലൈവ ഉണ്ടാവുന്നു. അത് വായിൽ നിന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, ചിലരിലെ ഓവറായിട്ടുള്ള സലൈവ ഉണ്ടാവുന്നത് മൂലം വായിൽ നിന്നൊക്കെ സലൈവ ഒലിച്ചിറങ്ങുന്ന ഒരു സിംറ്റമായിട്ട് മാറുന്നു. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ എന്താണ്? പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ഉണ്ടാകും. ബോഡി ഇംബാലൻസ്, ബോഡിക്ക് ബാലൻസ് നഷ്ടപ്പെട്ടു പോകുന്നു. നമുക്ക് നിൽക്കാൻ, നല്ല രീതിയിൽ നിൽക്കാനോ നടക്കാനൊന്നും പറ്റത്തില്ല. ഇംബാലൻസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ പ്രൊഫ്യൂസ് ആയിട്ടുള്ള സ്വെറ്റിംഗ്, വിയർപ്പ് ഉണ്ടാകുന്നു, സലിവ ജനറേറ്റ് ചെയ്യുന്നു, ഓവർ ആയിട്ടുള്ള സലിവയുടെ ജനറേഷൻ ഉണ്ടാകുന്നു. അപ്പൊ അതാണ് പാർക്കിൻസൺ ഡിസീസ്. മൂന്നാമത്തിലോട്ട് പോവുകയാണ്. എന്താണ്? എപ്പിലെപ്സി. എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? അപസ്മാരം. എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം എന്ന് പറയുന്ന രോഗം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറിൽ നിന്നും നിശ്ചിത അളവിലുള്ള ഇലക്ട്രിക് ചാർജസ്, വൈദ്യുത തരംഗങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. വൈദ്യുത തരംഗങ്ങൾ ആ ഒരു നിശ്ചിതമായ ഒരു അളവിൽ നമ്മുടെ തലച്ചോറിൽ നിന്നും പുറപ്പെടുന്നുണ്ട്. ആ ഒരു അളവിലല്ലാതെ അത് കുറയുകയോ അല്ലെങ്കിൽ അത് കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കുന്നു? ഈ എപ്പിലെപ്സിയെ എന്ന് പറയുന്ന അസുഖം ജനറേറ്റ് ചെയ്യുന്നു. അതായത് എല്ലാ മനുഷ്യർക്കും ഒരു നോർമലായിട്ട് നമ്മുടെ ഇലക്ട്രിക് ചാർജസ് ഒരു പ്രത്യേക രീതിയിൽ, അതായത് ഒരു നിശ്ചിത അളവിൽ തന്നെയാണ് മിക്കവരിലും 90% ആൾക്കാരിലും വൈദ്യുത തരംഗങ്ങൾ സഞ്ചരിക്കുന്നത്. പക്ഷെ ചില ആൾക്കാരിൽ അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടാകുന്നു. ചിലപ്പോൾ കൂടാം, ഈ വൈദ്യുത തരംഗങ്ങൾ കൂടി വരും, ചിലപ്പോൾ കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നിന്നും പുറപ്പെടുന്ന വൈദ്യുത തരംഗങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റത്തെയാണ് ആ ഒരു അസുഖമായിട്ട് നമ്മൾ എപ്പിലെപ്സി എന്ന് പറയുന്നത്. ആ ഒരു മാറ്റത്തിൽ ഉണ്ടാവുന്ന, ആ വ്യതിയാനം സംഭവിക്കുന്നു, ആ വൈദ്യുത തരംഗങ്ങളിൽ ഉണ്ടാവുന്ന വ്യതിയാനമാണ് ഏത് ഡിസീസിലോട്ട് വഴിമാറുന്നത്? നമ്മുടെ എപ്പിലെപ്സി എന്ന് പറയുന്ന ഡിസീസിലോട്ട് വഴിമാറുന്നത്. ഓക്കെ, എപ്പിലെപ്സി എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസീസിൽ പ്രധാനമായിട്ട് പറയേണ്ട സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഫോർത്തി ഡിസ്ചാർജ് ഫ്രം ദ മൗത്ത്, അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള, അതായത് നൊരയും പതയൊക്കെ വരുമെന്നുള്ള പറയത്തില്ല, ഒരുപാട് സലൈവ ഉണ്ടായിട്ട് നൊരയും പതയൊക്കെ വരുന്നത് വരിക. അതുപോലെ ക്ലെഞ്ചിങ് ഓഫ് ടീത്ത്, പല്ല് കടിച്ചു പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസോർഡർ ഓഫ് മസ്കുലാർ ആക്ടിവിറ്റീസ്, നമ്മുടെ മസ്കുലാർ ആക്ടിവിറ്റീസ് ഒക്കെ ഡിസോർഡർ ആയിട്ട് നമ്മൾ ജന്നി വന്ന് വിറച്ച് വീഴുക എന്നൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ അങ്ങനെ? അപ്പം നൊരയും പതയും വീഴുക, വിറയലുണ്ടാവുക, അതുപോലെ തന്നെ ഫോർത്ത് ഡിസ്ചാർജസ് ഫ്രം ദ മൗത്ത്. അവസാനം എന്ത് സംഭവിക്കുക? ചിലപ്പോൾ ആ ഒരു പേഷ്യൻറ്റിൻ്റെ അൺകോൺഷ്യസ് ലെവലിലോട്ട്, ബോധരഹിതമായിട്ട് കുട്ടി ഈ അസുഖം വരുന്ന ആൾ വീണ് പോകാനുള്ള ഒരു അസുഖവും ഉണ്ട്, ബോധരഹിതമായിട്ട് വീഴാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. അപ്പോൾ അതാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ബേസ് ചെയ്ത്, ന്യൂറോണിനെ ബേസ് ചെയ്തിട്ട് 3 രോഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തേതായിരുന്നു അൾഷിമേഴ്സ്, രണ്ടാമത് പാർക്കിൻസൺ, മൂന്നാമത്തത് എപ്പിലെപ്സി. അപ്പോൾ നമ്മൾ പറഞ്ഞു അൾഷിമേഴ്സ് ഉണ്ടാകുന്നത് ഇൻസോലുബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് നമ്മുടെ ബ്രെയിൻ ടിഷ്യൂസിൽ, ബ്രെയിനിലെ ന്യൂറൽ ടിഷ്യൂസിൽ അടിഞ്ഞു കൂടുന്നതിൻ്റെ ഫലമായിട്ട് ന്യൂറോൺസ് എന്ത് സംഭവിക്കുന്നു? ന്യൂറോൺസിന് ഡിസ്ട്രോയ് സംഭവിച്ച് നശിച്ചു പോകുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അൾഷിമേഴ്സ് ഉണ്ടാകുന്നത്. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ
ലോസ് ഓഫ് മെമ്മറി. രണ്ടാമതാണ് പാർക്കിൻസൺ ഡിസീസ്, അതായത് നമ്മുടെ ബ്രെയിനിലുള്ള ഗാംഗ്ലിയോണിന്റെ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നത് വഴി ഡോപ്പമൈൻ്റെ അളവ് കുറയുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഡിസീസാണ് പാർക്കിൻസൺ. പ്രൊഫ്യൂസ് സ്വെറ്റിങ്, അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, ഇംബാലൻസ് ഓഫ് ദ ബോഡിയുടെ ഇംബാലൻസ്, ഇതെല്ലാമാണ് അതിന്റെ സിംറ്റംസ് ആയിട്ട് നമ്മൾ പറഞ്ഞു. മൂന്നാമതായിരുന്നു എപ്പിലെപ്സി, അപസ്മാരം. അതായത് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ നമ്മുടെ തലച്ചോറിൽ നിന്നും പ്രത്യേക തരത്തിലുള്ള ആവേഗങ്ങളാണ്, പ്രത്യേക നിശ്ചിത അളവിലുള്ള ആവേഗങ്ങൾ പുറത്തു പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു ട്രാൻസ്മിഷൻ അവിടെ നടക്കാതെ വരുന്നു. ചിലപ്പോൾ ആ ഒരു ട്രാൻസ്മിഷനിൽ ഇൻക്രീസോ ഡിക്രീസോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മസ്കുലാർ ആക്ടിവിറ്റി അത് ബാധിക്കുന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ഒരു അസുഖമാണ് എപ്പിലെപ്സി. അതുപോലെ തന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഫോർത്തി ഡിസ്ചാർജ് ഫ്രം ദ മൗത്ത്, മൗത്തിൽ നിന്ന് നൊരയും പതിയൊക്കെ വരിക, അതുപോലെ തന്നെ ഷിവറിങ് ഉണ്ടാവുക. മൂന്നാമത് പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ മസ്കുലാർ ആക്ടിവിറ്റീസ് എല്ലാം ഡിസ്ട്രോയ് ചെയ്ത് പോവുക, ഡിസ്ട്രക്ഷൻ സംഭവിക്കുക, അതൊക്കെയാണ്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അൺകോൺഷ്യസ് ലെവലിലോട്ട് വരെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള 3 ഡിസീസസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കും കൂടെ എടുത്തിട്ട് നമ്മുടെ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെൻസേഷൻ ആൻഡ് റെസ്പോൺസസിനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു ടോപ്പിക് കൂടെ എടുത്തിട്ട് നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് പോർഷനിലോട്ട് പോവുകയാണ്, റിഫ്ലെക്സ് ആക്ഷൻ. നമ്മുടെ ചാപ്റ്റർ എവിടെയാണോ തുടങ്ങിയത്, അത് സെൻസേഷൻ റെസ്പോൺസസ് എവിടെയാണോ തുടങ്ങിയത് ആ ഒരു പോർഷനിലോട്ട് എത്തിച്ചുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ നിർത്തുവാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ചൂടുള്ളൊരു പാത്രത്തിൽ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ നമ്മുടെ കൈ പൊള്ളും. അപ്പോൾ നമ്മൾ കൈ പിന്നിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ ചൂടെന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റിമുലസ് ആണ്. സ്റ്റിമുലസ് എന്നത് ദ സെൻസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസ് ഇൻ ആൻ ഓർഗാനിസം. ജീവജാലങ്ങളുടെ പ്രതികരണത്തിന് കാരണമാകുന്ന പ്രേരണകളെയാണ് നമ്മൾ സ്റ്റിമുലസ് എന്ന് വിളിച്ചത്. അപ്പോൾ ചൂടെന്ന് പറയുന്ന ഒരു സ്റ്റിമുലസിനെതിരെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? കൈ പിന്നിലോട്ട് വെച്ചുകൊണ്ട്. റിസപ്റ്റർ സെൽസ് നമ്മൾ അതിനെ പറഞ്ഞിരുന്നു, അതായത് സ്പെഷ്യലൈസ്ഡ് സെൽസ് ടു റെസിസ്റ്റ് സ്റ്റിമുലസ്. സ്റ്റിമുലകളെ വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് റിസപ്റ്റർ സെൽസ്, ഗ്രാഫി കോശം എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളിവിടെ ആ ഒരു ചൂട് പാത്രത്തിൽ കൈ വെക്കുകയാണെന്ന് വെച്ചു. അപ്പോൾ ചൂടെന്ന് പറയുന്ന ആ ഒരു സ്റ്റിമുലസിന്റെ ബേസിൽ നമ്മൾ കൈ പിന്നിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ സ്റ്റിമുലസ് ആരാണ്? നമ്മുടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ചൂടാണ്. അപ്പോൾ നമ്മുടെ കൈ പിന്നിലോട്ട് വലിച്ചത് എന്താണ്? അതൊരു റെസ്പോൺസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരികയാണെങ്കിൽ. ദ സഡൻ ആൻഡ് ഇൻവോളണ്ടറി ആക്ഷൻ ടുവാർഡ്സ് എൻ ഇമ്പൾസ് ഈസ് കാൾഡ് എ റിഫ്ലെക്സ് ആക്ഷൻ. അതായത് ഒരു ഇമ്പൾസിനോട്, അതായത് ഏതൊരു ഇമ്പൾസോ ആയിക്കോട്ടെ, ചൂടെന്ന് പറയുന്ന ഇമ്പൾസോ തണുപ്പെന്ന് പറയുന്ന സ്റ്റിമുലസോ എന്തോ ആയിക്കോട്ടെ, അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യുന്നു? സഡൻ ആയിട്ട് ഇൻവോളണ്ടറി ആയിട്ടുമുള്ള ഒരു റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്. സഡൻ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസ് ടുവാർഡ് എ സ്റ്റിമുലസ് ഈസ് കാൾഡ് എ റിഫ്ലെക്സ് ആക്ഷൻ. അപ്പോൾ റിഫ്ലെക്സ് ആക്ഷൻ അതായത് പെട്ടെന്നുണ്ടാവുന്ന ഒരു ആക്ഷനാണ്. അതായത് ഒരു സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ അത് ഏത് സ്റ്റിമുലസോ ആയിക്കോട്ടെ, അതിനെതിരെ പെട്ടെന്നും ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റെസ്പോണ്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. സഡൻ ആൻഡ് ഇൻവോളണ്ടറി ആക്ഷൻ ടുവാർഡ്സ് എ stimuli is known as reflex action. Most of the reflex action can be maintained by spinal cord. അതായത് കൂടുതലും ഭൂരിഭാഗവും നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? സ്പൈനൽ കോഡാണ്. എല്ലാം നമുക്ക് സ്പൈനൽ കോഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ബ്രെയിനും കുറച്ച് റിഫ്ലെക്സ് ആക്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ബ്രെയിനെ താരതമ്യേന ചെയ്യുകയാണെങ്കിൽ സ്പൈനൽ കോഡാണ് മോസ്റ്റ് ഓഫ് ദ റിഫ്ലെക്സ് ആക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. റിഫ്ലെക്സ് ആക്ഷൻ എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എഴുതാൻ പോകുന്നത്? The sudden and involuntary response towards a stimulus is called a reflex action. അതായത് പെട്ടെന്നുള്ള അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള ഇൻവോളണ്ടറി ആയിട്ടുള്ള ഒരു റെസ്പോൺസ് നമ്മൾ കൊടുക്കുന്നു. ആർക്കെതിരെ? ഒരു സ്റ്റിമുലസിനെതിരെ. ഏത് സ്റ്റിമുലസോ ആയിക്കോട്ടെ, ചൂടോ തണുപ്പോ ഏതെങ്കിലും സ്റ്റിമുലസ് ആയിക്കോട്ടെ, അതിനെതിരെ നമ്മൾ സഡൻ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. അതിനാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ റിഫ്ലെക്സ് ആക്ഷൻ ഇസ് കൺട്രോൾഡ് ബൈ ദ സ്പൈനൽ കോഡ്. കൂടുതലും റിഫ്ലെക്സ് ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സ്പൈനൽ കോഡാണ്. ബ്രെയിനും അതുപോലെ തന്നെ കുറെ റിഫ്ലെക്സ് ആക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ താരതമ്യേന ബ്രെയിനെക്കാട്ടി കൂടുതൽ റിഫ്ലെക്സ് ആക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആരാണ്? സ്പൈനൽ കോഡാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ബ്രെയിൻ അതുപോലെ തന്നെ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് നമ്മൾ രണ്ടായിട്ട് റിഫ്ലെക്സ് ആക്ഷനെ തരംതിരിക്കുന്നുണ്ട്. ബ്രെയിൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ അതിനെ സെറിബ്രൽ റിഫ്ലെക്സ് എന്നും, സ്പൈനൽ കോഡ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ സ്പൈനൽ റിഫ്ലെക്സ് എന്നും നമ്മൾ വിളിച്ചു. ഓക്കെ, അപ്പൊ ഏത് റിഫ്ലെക്സ് ആക്ഷൻ ആണോ ബ്രെയിൻ ചെയ്യുന്നത് അതിനെ സെറിബ്രൽ റിഫ്ലെക്സ് എന്നും,
ഏത് റിഫ്ലെക്സ് ആക്ഷൻ ആണോ സ്പൈനൽ കോഡ് ചെയ്യുന്നത് അതിന് സ്പൈനൽ റിഫ്ലെക്സ് എന്നും പറയും. ഓക്കെ, അപ്പൊ ഈ ബ്രെയിൻ ചെയ്യുന്ന ഒരു സെറിബ്രൽ റിഫ്ലെക്സിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? ബ്ലിങ്കിങ് ഓഫ് ഐസ്, കണ്ണ് ചിമ്മുക. അത് എന്താണ്? ബ്രെയിൻ ചെയ്യുന്ന ഒരു റിഫ്ലെക്സ് ആക്ഷൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ വീട്ടിൽ വെക്കുമ്പോഴത്തേക്കും അതിന്റെ മണം കേട്ടിട്ട് നമുക്ക് സാലിവേഷൻ ഉണ്ടാകും, അതായത് വായിൽ വെള്ളം വരുത്തില്ലേ, അതെന്താണ്? അതും ബ്രെയിൻ ചെയ്യുന്നതാണ്. സ്പൈനൽ റിഫ്ലെക്സിന്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ എന്തായാലും എഴുതാൻ പറ്റും. കൈ വലിക്കുക, അതായത് നമ്മുടെ ചൂട് പാത്രത്തിലൊക്കെ തൊട്ട് കഴിയുമ്പോഴത്തേക്കും കയ്യിൽ ചൂട് വയ്ക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈ വലിക്കുക. അപ്പൊ അതെന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് പുറപ്പെടുന്ന സ്പൈനൽ റിഫ്ലെക്സിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി റിഫ്ലെക്സ് ആർക്ക് എന്താണെന്നാണ് പറയുന്നത്. റിഫ്ലെക്സ് ആർക്ക് എന്താണ്? ദ പാത്വേ ഓഫ് ഇമ്പൾസസ് ഇൻ ദ റിഫ്ലെക്സ് ആക്ഷൻ ഈസ് കാൾഡ് എ റിഫ്ലെക്സ് ആർക്ക്. അതായത് റിഫ്ലെക്സ് ആക്ഷനിൽ കാണപ്പെടുന്ന പാത്വേ ഓഫ് ഇമ്പൾസസിനെയാണ് നമ്മൾ ആവേഗങ്ങളുടെ സഞ്ചാര ദിശ. എവിടെ കാണപ്പെടുന്നു? റിഫ്ലെക്സ് ആക്ഷനിൽ കാണപ്പെടുന്ന ആവേഗങ്ങളുടെ സഞ്ചാര ദിശയാണ് പാത്വേ ഓഫ് ഇമ്പൾസസിനെ റിഫ്ലെക്സ് ആക്ഷൻ ഈസ് കാൾഡ് റിഫ്ലെക്സ് ആർക്ക്. ഓക്കെ, ഈ റിഫ്ലെക്സ് ആർക്ക് പ്രധാനമായിട്ടും 5 തരത്തിലാണ് ഉള്ളത്. അതിലൊന്നാമത്തേതാണ് റിസപ്റ്റർ, രണ്ടാമത്തെയാണ് സെൻസറി ന്യൂറോൺ, മൂന്നാമത്തെയാണ് ഇന്റർ ന്യൂറോൺ, നാലാമത്തെയാണ് മോട്ടോർ ന്യൂറോൺ, നാലാമത്തെയാണ് റിലേറ്റഡ് മസിൽസ്. ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതായത് എന്താണ് ആദ്യം പറഞ്ഞത്? നമ്മുടെ റിസപ്റ്റർ റിഫ്ലെക്സ് ആർക്ക് 5 രീതിയിലുണ്ട്. ഏതൊക്കെയാണ്? റിസപ്റ്റർ, അതായത് ഗ്രാഫി കോശങ്ങൾ, പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് എന്തിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്? സ്റ്റിമുലകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത് പറഞ്ഞതായിരുന്നു എന്ത്? സെൻസറി ന്യൂറോൺ. നമ്മൾ പറഞ്ഞത് സെൻസറി ന്യൂറോൺ എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ആവയവങ്ങളെ നമ്മുടെ തലച്ചോറിലോട്ടും ബ്രെയിനിലോട്ടും കൊണ്ടുപോവുക എന്നായിരുന്നു ആരുടെ ജോലി? സെൻസറി ന്യൂറോണിന്റെ. പിന്നെ മൂന്നാമത്തെയാണ് ഇന്റർ ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ അവിടെ നിൽക്കുന്നത്. നാലാമത്തെയാണ് മോട്ടോർ ന്യൂറോൺ. മോട്ടോർ ന്യൂറോൺ എന്താണ് ചെയ്യുന്നത്? തലച്ചോറിൽ നിന്നും ബ്രെയിനിൽ, അതായത് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആവയവങ്ങളെ എങ്ങോട്ട് കൊടുക്കുന്നു? ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി, ശരീരത്തിലെ ഡിഫറെന്റ് പാർട്സിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ന്യൂറോണാണ് ഇന്റർ ന്യൂറോൺ. മോട്ടോർ ന്യൂറോണിന് ഇന്റർ ന്യൂറോണും തമ്മിൽ റിലേറ്റഡ് ആണ്, അത് സെൻസറി ന്യൂറോണും ഇന്റർ ന്യൂറോണും തമ്മിൽ റിലേറ്റഡ് ആണ്. കാരണം സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു മിഡിൽ പാർട്ടാണ് ഇന്റർ ന്യൂറോൺ. അതായത് അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ആക്ഷൻ, സഡൻ ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഇന്റർ ന്യൂറോൺ. അപ്പൊ ആദ്യം പറഞ്ഞ സെൻസറി ന്യൂറോൺ. സെൻസറി ന്യൂറോൺ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇമ്പൾസുകൾ നമ്മുടെ ബ്രെയിനിലോട്ട് സ്പൈനൽ കോഡിലോട്ട് കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്റർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു? സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും തമ്മിൽ കണക്ട് ചെയ്യുന്നു. മോട്ടോർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു? ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിൽ നിന്ന് ഇമ്പൾസ് നമ്മുടെ ശരീരത്തിൽ ഡിഫറെന്റ് പാർട്സിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, ലാസ്റ്റ് എന്താണ്? റിലേറ്റഡ് മസിൽസ്. അതായത് നമ്മൾ കൊണ്ടുവന്ന റെസ്പോൺസിന് റിലേറ്റഡ് ചെയ്തിരിക്കുന്ന മസിൽസിലോട്ട്, മസിൽ സെൽസിലോട്ട് നമ്മൾ കൊടുക്കുന്നു. റിലേറ്റഡ് ആയിട്ടുള്ള മസിൽസിലോട്ട് നമ്മൾ ബ്രെയിനിൽ നിന്ന് കടത്തിവിട്ട അവയവങ്ങളെ കൊടുക്കുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ, റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ഇമ്പൾസോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു സ്റ്റിമുലസോ ആയിക്കോട്ടെ, ഏതൊരു സ്റ്റിമുലസിനെതിരെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെസ്പോൺസ് കൊടുക്കുന്നു. പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിഫ്ലെക്സ് ആക്ഷൻ. സഡൻ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസ് ടുവാർഡ്സ് എ സ്റ്റിമുലസ് ഈസ് നോൺ ആസ് റിഫ്ലെക്സ് ആക്ഷൻ. റിഫ്ലെക്സ് ആക്ഷൻ കൂടുതലും കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്, ബ്രെയിനും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രെയിൻ ചെയ്യുന്ന റിഫ്ലെക്സ് ആക്ഷനെ നമ്മൾ സെറിബ്രൽ റിഫ്ലെക്സ് എന്നും, സ്പൈനൽ കോഡ് ചെയ്യുന്ന റിഫ്ലെക്സ് ആക്ഷനെ നമ്മൾ സ്പൈനൽ റിഫ്ലെക്സ് എന്നും പറയും. ബ്രെയിനിന്റെ അല്ലെങ്കിൽ സെറിബ്രൽ റിഫ്ലെക്സിന്റെ എക്സാമ്പിൾ ആണ് ബ്ലിങ്കിങ് ഓഫ് ഐസ്. അതുപോലെ തന്നെ സ്പൈനൽ കോഡിന്റെ സ്പൈനൽ റിഫ്ലെക്സിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുക? ചൂട് പാത്രത്തിൽ തൊടുമ്പോഴത്തേക്കും കൈ പിന്നിലോട്ട് വലിക്കുക എന്നുള്ളത്. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞായിരുന്നു റിഫ്ലെക്സ് ആർക്ക്. റിഫ്ലെക്സ് ആർക്ക് എന്താണ്? The pathway of impulses in the reflex action is known as reflex arc. Reflex actionil ആവേഗങ്ങളുടെ സഞ്ചാര ദിശയാണ് റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ആവേഗങ്ങളുടെ സഞ്ചാര ദിശ അനുസരിച്ച് 5 രീതിയിൽ നമ്മൾ റിഫ്ലെക്സ് ആർക്കിനെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതാണ് റിസപ്റ്റർ, രണ്ടാമത്തെ സെൻസറി ന്യൂറോൺ, മൂന്നാമത്തെ ഇന്റർ ന്യൂറോൺ, നാലാമത്തെ മോട്ടോർ ന്യൂറോൺ, അഞ്ചാമത്തെ റിലേറ്റഡ് മസിൽസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്. നമ്മളിവിടെ തീരുകയാണ്. പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിളാണ്, സത്യത്തിൽ പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു ഔട്ട്ലുക്ക് തരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? സ്റ്റിമുലസ്, റിസപ്റ്റർ സെൽസ്, അതൊക്കെ പഠിച്ചു. പിന്നെ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂറോണിൻ്റെ പാർട്സ്, ന്യൂറോണിൻ്റെ സ്ട്രക്ചർ അവയൊക്കെ പറഞ്ഞു. പിന്നെന്താണ്, ഒരു ന്യൂറോണിൽ എങ്ങനെയാണ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നും, അതുപോലെ തന്നെ ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലോട്ട് എങ്ങനെയാണ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നും ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. അതിനകത്ത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്തുള്ള ബ്രെയിനും സ്പൈനൽ കോഡിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് നമ്മൾ എന്തിനെയായിരുന്നു പഠിച്ചത്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഈ നെർവസ് സിസ്റ്റത്തെ ബേസ് ചെയ്തുണ്ടാകുന്ന 3 ഡിസീസസ്, അൽഷിമേഴ്സ്, പാർക്കിൻസൺ, എപ്പിലെപ്സി, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ലാസ്റ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്ത പോർഷൻ ആയിരുന്നു എന്ത്? നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ. റിഫ്ലെക്സ് ആക്ട് 1 മാർക്കിനൊക്കെ ആയിരിക്കും ഇത് ചോദിക്കാം. പിന്നെ മെയിനായിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ടത് ബ്രെയിൻ ആണ്. ബ്രെയിനിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ പാർട്ടും ഒക്കെ നോക്കണം. അതുപോലെ ന്യൂറോണിൻ്റെ സ്ട്രക്ചറും പാർട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളിവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഈ ക്ലാസ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇനിയുള്ള സെക്കൻഡ് ചാപ്റ്ററും വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.